ഇപ്പോൾ നമ്മുടെ ഭാഷക്ക്, അതായത് നമ്മുടെ പ്രാദേശിക ഭാഷക്ക് മറ്റ് ആളുകളുടെ അടുത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാഷയിൽ തന്നെ ഈ അകത്തും ഈ പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ പഴയകാല ഓതേഴ്സിൻ്റെ പല പുസ്തകങ്ങളും ഇന്ന് മാർക്കറ്റിലില്ല. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ പൊൻകുന്ന വർക്കിയുടെ കാര്യം എടുക്കാം. വർക്കിയുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനേ ഇല്ല. അപ്പോൾ അവയെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ബാധ്യതയായിട്ട് വരുന്നത്. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വർക്കി സാറിൻ്റെ തകഴിയുടെ ഇപ്പോൾ സ്ഥിരമായിട്ട് മാർക്കറ്റിൽ പുസ്തകങ്ങൾ ഉള്ളത് ബഷീറിൻ്റെ മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് വർക്ക്സുള്ളത്. തകഴിയുടെ തന്നെ പല പുസ്തകങ്ങളും ഇല്ല, കുറച്ച് പുസ്തകങ്ങളും. വർക്കി സാറിൻ്റെ പലതും ഇല്ല. അപ്പോൾ എല്ലാ പുസ്തകങ്ങളും അത് അവരുടെ ഒരു വ്യാപാരമാണ്. എല്ലാ പുസ്തകങ്ങളും അവർ മാർക്കറ്റിൻ്റെ നോക്കിയിട്ട് വിൽക്കുമൊക്കെ നോക്കിയിട്ട്. പക്ഷേ ഇവരുടെയൊക്കെ കുറേ റെപ്രസെൻറ്റേറ്റീവ് വർക്ക്സ്, പ്രാതിനിധ്യ സ്വഭാവമുള്ള കുറച്ച് കൃതികളെങ്കിലും എക്കാലത്തും ഇവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈബ്രറികളിൽ, നമ്മുടെ സ്കൂൾ വായനശാലകളിൽ, സ്കൂൾ ഗ്രന്ഥാലയങ്ങളിൽ, കോളേജ് ഗ്രന്ഥാലയങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണം. ഈ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഭാഷയുടെ വളർച്ച, സാഹിത്യത്തിൻ്റെ വളർച്ച എന്ന് കിട്ടുക. ചരിത്രപരമായ ഒരു അവലോകനം നമുക്ക് കിട്ടണമെങ്കിൽ ഇവരെയൊക്കെ അറിയണം. ചന്തുമേനോനും CV തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഘട്ടത്തിലെയും ഇതൊക്കെയാണ് ഉണ്ടായത്. ഈ വളർച്ചയുടെ വികാസത്തിൻ്റെ ഘട്ടങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പേരുടെ കൃതികളെങ്കിലും ഇവിടെ നിലനിർത്താൻ ഇപ്പോൾ സാഹിത്യ അക്കാദമിക്കൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ഈ പലതും ഔട്ട് ഓഫ് പ്രിൻ്റായി കിടക്കുകയും കുറേ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നു പോവുകയും ചെയ്ത പല കൃതികളും സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇന്നും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമരം അത് ഒരു വേണ്ട രീതിയിലായോ? അതിന് വേണ്ടത്ര അത് കാരണം ഒരു സാഹിത്യ അക്കാദമിയെ പോലത്തെ ഒരു സ്ഥാപനത്തിന് 15 സ്റ്റോളൊന്നുമില്ല. അതാണ് വേറൊരു പ്രശ്നം. ഉദാഹരണത്തിന് കല്ലമ്മാതൊടി ലാവണ്യമേനോൻ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിരുന്ന അന്നത്തെ ഒരു വലിയ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കവിതകളൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പാഠപുസ്തകങ്ങളിൽ മുക്കുറ്റിപ്പൂവ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ കല്ലമ്മാതൊടി ലാവണ്യമേനോൻ എന്ന് പറഞ്ഞ കവിയെ പറ്റി ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒന്നും സമാഹരിച്ചിട്ടില്ല. ഈ സമാഹരിക്കപ്പെടാതെ കിടക്കുന്ന ഈ കവിതകൾ തേടിപ്പിടിച്ച് സമാഹരിക്കണമെന്ന് ഞാൻ നിർബന്ധമായി ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അക്കാദമിയെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പിന്നെ അങ്ങനത്തെ കൃതികൾ, ഈ ഒരുമാതിരി മറന്നുപോയിട്ടുള്ള കൃതികൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി രാത്ത് ഇവിടെ വന്നപ്പോൾ എന്നോട് പറയണ്ടായി. പ്രസിഡന്റ് രാത്ത് വന്നു. അപ്പോൾ നമുക്കൊരു ചരിത്രപരമായ ഒരു വീക്ഷണം സാഹിത്യത്തെ സംബന്ധിച്ചുണ്ടാവണമെങ്കിൽ ഈ പലതും ഓരോ ഘട്ടത്തിലുണ്ടായ കൃതികളും നമുക്ക് നിലനിൽക്കണം, പ്രിസർവ് ചെയ്യുമെങ്കിലും വേണം. എന്നും മാർക്കറ്റിൽ ഉണ്ടാവണമെങ്കിൽ എന്നും അത് വിൽക്കണം, എന്നാലേ പ്രസാധകന്മാർ തയ്യാറാവുള്ളൂ. പക്ഷേ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂ, ചരിത്രപരമായ പ്രാധാന്യം എന്നുള്ള നിലയ്ക്ക് ഈ കൃതികൾ എവിടെയെങ്കിലും, ഇപ്പോൾ ഞാൻ എൻ്റെ ലിറ്റററി മ്യൂസിയം ഞാൻ ഉദ്ദേശിക്കുന്നത് തുഞ്ചൻപറമ്പിലെ ലിറ്റററി മ്യൂസിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. അവിടെ ഈ ഓരോ കാലഘട്ടത്തിലുണ്ടായ കൃതികൾ, ആ ഗ്രന്ഥകാരന്മാരുടെ ഫോട്ടോഗ്രാഫുകൾ, ചെറിയ ബയോഡാറ്റ, ജീവചരിത്രക്കുറിപ്പുകൾ, അപ്പോൾ അതിലൂടെ മ്യൂസിയത്തിലൂടെ സ്റ്റുഡൻസൊക്കെ കടന്നുപോയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഗവേഷണപരമായിട്ട് അവർക്ക് ഒരു ചിത്രം കിട്ടും. അങ്ങനത്തെ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്.